ബംഗ്ലാദേശ് ഇതെന്ത് ഭാവിച്ചാണ്? ഇന്ത്യക്കാരെ കണ്ടാൽ, പ്രത്യേകിച്ച് ഹിന്ദുക്കളെ കണ്ടാൽ വേട്ടയാടുന്ന സമീപനമാണ് ബംഗ്ലാദേശ് എടുക്കുന്നത്. ഒരു യുദ്ധത്തിലേക്ക് വരെ സാഹചര്യങ്ങൾ പോകാവുന്ന സ്ഥിതിവിശേഷം ഇപ്പോൾ ബംഗ്ലാദേശിലുണ്ട്. പക്ഷേ ഇന്ത്യയായതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഒരു യുദ്ധം സംഭവിക്കാത്തത്. കാരണം ഇന്ത്യക്കാർ അല്ലെങ്കിൽ ഹിന്ദുക്കൾ അത്രത്തോളം നരകയാതനയാണ് ബംഗ്ലാദേശിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഹിന്ദു സന്യാസിമാരടക്കം അറസ്റ്റ് ചെയ്യപ്പെടുന്നു. ലോകമാസകലം ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ ഈ യാതനയെ വളരെ ദുഃഖകരമായാണ് കാണുന്നത്. ഇന്ത്യയിൽ നരേന്ദ്രമോദി അടക്കം ബംഗ്ലാദേശിനോട് ഈ ഒരു ക്രൂരത നിർത്താൻ നിരന്തരം ആവശ്യപ്പെടുകയാണ്. പക്ഷേ അനുദിനം ക്രൂരതകൾ കൂടിക്കൂടി വരുന്നു. ഇപ്പോഴിതാ ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള മതന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്ന ബംഗ്ലാദേശ് ഭരണകൂടത്തിനെതിരെ കേരളത്തിലും നാളെ മുതൽ വൻ പ്രതിഷേധം ആരംഭിക്കുകയാണ്. ഡിസംബർ 4, 5, 6 തീയതികളിലാണ് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ പ്രകടനങ്ങളും റാലികളും ഐക്യദാർഢ്യ സമ്മേളനങ്ങളും നടക്കുക. ബംഗ്ലാദേശ് മതന്യൂനപക്ഷ ഐക്യദാർഢ്യ സമിതിയുടെ നേതൃത്വത്തിലാണ് ഈ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നത്. ഹിന്ദു ആചാര്യനും ഇസ്കോൺ സന്യാസിയുമായ പ്രഭു ചിന്മയ് കൃഷ്ണദാസിനെ ജയിലിലടച്ച നടപടി, അതേ ചൊല്ലിയാണ് ബംഗ്ലാദേശിൽ ഇപ്പോൾ തർക്കം രൂക്ഷമാകുന്നത്. ഇത് പിൻവലിച്ച് അദ്ദേഹത്തെ നിരുപാധികം മോചിപ്പിക്കുക എന്ന ആവശ്യം ഈ പ്രതിഷേധ സമ്മേളനങ്ങളിൽ ഉയർത്താനിരിക്കുകയാണ്. എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഐക്യദാർഢ്യ സമ്മേളനങ്ങൾ നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചിട്ടുണ്ട്. ബംഗ്ലാദേശിലെ മതന്യൂനപക്ഷങ്ങൾ നേരിടുന്ന ആക്രമണങ്ങൾക്കെതിരെ ലോകവ്യാപകമായി ഇപ്പോൾ പ്രതിഷേധം അരങ്ങേറുകയാണ്. കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ഷെയ്ഖ് ഹസീന സർക്കാരിനെ പുറത്താക്കി സൈന്യത്തിൻ്റെ പിന്തുണയോടെ മുഹമ്മദ് യൂനൂസിൻ്റെ നേതൃത്വത്തിൽ ഇടക്കാല സർക്കാർ അധികാരത്തിൽ വന്നിരിക്കുന്നത്. അതിനുശേഷം രാജ്യവ്യാപകമായി ഹിന്ദുക്കൾക്ക് നേരെ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടിരിക്കുകയാണ് എന്ന് തന്നെ പറയാം. ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വീടും വ്യാപാര സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളും ആക്രമണത്തിന് ഇരയായി. ഇതിനെതിരെ നടന്ന പ്രതിഷേധ പ്രകടനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിൻ്റെ പേരിലാണ് ചിന്മയ് കൃഷ്ണദാസിനെതിരെ കേസെടുത്ത് അദ്ദേഹത്തെ ജയിലിലടച്ചിരിക്കുന്നത്. ഇസ്കോണിനെ നിരോധിക്കാനുള്ള ശ്രമവും നടന്നു വരികയാണ്. എന്നാൽ ഈ ആവശ്യം ഉന്നയിച്ച് സമർപ്പിക്കപ്പെട്ട ഹർജി ബംഗ്ലാദേശ് ഹൈക്കോടതി നിരുപാധികം തള്ളിക്കളഞ്ഞിരുന്നു. ബംഗ്ലാദേശിൽ നടക്കുന്ന ഹിന്ദു വേട്ട അവസാനിപ്പിച്ചില്ലെങ്കിൽ ചികിത്സയ്ക്കായി ഇന്ത്യയിലെത്തുന്ന ബംഗ്ലാദേശികൾക്ക് ചികിത്സ നൽകില്ലെന്ന് കൊൽക്കത്തയിലെ ചില ആശുപത്രികളും നിലപാടെടുത്തത് വലിയ വാർത്തയായിരുന്നു. പക്ഷേ ഇന്ത്യ ബംഗ്ലാദേശിനെ പോലെ പെരുമാറില്ല. എന്നാൽ ബംഗ്ലാദേശ് ഇതുകൊണ്ടൊന്നും പഠിക്കുന്ന ലക്ഷണമില്ല. നരേന്ദ്രമോദി എത്രത്തോളം ഇത് സഹിച്ചു നിൽക്കും എന്ന് കണ്ടറിയാം.